ഞാൻ ഉണ്ടാക്കിയ മഷ്റൂം പാസ്തയുടെ റെസിപ്പി പറഞ്ഞുതരാം. ഇത് കാണുന്ന ഏതെങ്കിലും ഇറ്റാലിയൻസ് ഉണ്ടെങ്കിൽ ഐ റിയലി അപ്പോളജൈസ്. ഞാൻ എന്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റാലിയൻസ് ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ദെയർ ഫുഡ്. അവരുടെ ഡിക്ഷണറിയിൽ ചിക്കൻ പിസ്സ, ചിക്കൻ പാസ്ത ഇതൊന്നുമില്ല. ഇതെങ്ങാനും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവർ ചിലപ്പം ഡീപ്പോർട്ട് വരെ അടിക്കും നിങ്ങൾ. സോ ജോക്സ് എപ്പാർട്ട്, നിങ്ങൾക്ക് വേണ്ട പാസ്ത ഞാനിവിടെ ഫാർഫെല്ലയാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ്സ് ആയിരുന്നു ഇതിൻ്റെ ടൈം. സോ ഒരു ബോയിലിംഗ് വാട്ടറിൽ കുറച്ച് എണ്ണയും ഉപ്പും ചേർത്തിട്ട് ആ പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. ആ പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമുക്കത് സ്റ്റെയിൻ ചെയ്തെടുക്കാം. എനിക്കിതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഗാർലിക്ക് ഇതുപോലെ എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയും ബട്ടറും ചേർത്തിട്ട് അതിൽ കുറച്ചൊന്ന് സോട്ട് ചെയ്യാം. ഒലീവ് ഓയിൽ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കും. ഇതിലേക്ക് വേണം മഷ്റൂം ആഡ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ നോർമൽ മഷ്റൂം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫ്രോസൺ ആണ് ഞാൻ ആഡ് ചെയ്തത്. ആക്ച്വലി നോർമൽ മഷ്റൂം ആഡ് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചില്ലി പൗഡറും ആഡ് ചെയ്യാം. സോ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മെയിൻലി ഇറ്റാലിയൻസിൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ യൂഷ്വലി ഡോണ്ട് ആഡ് ഓൾ ദീസ് തിങ്സ് ഇൻ ദിസ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ ഈ അളവൊന്നും പറയാത്തതെന്ന്. കാരണം ഈ അളവൊന്നും എനിക്കും അറിയില്ല. എനിക്കിങ്ങനെ തോന്നിയ പോലെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത്. മഷ്റൂം ഓൾമോസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പാസ്തയും ആഡ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ട് നല്ലോണം ഇളക്കുക ഇളക്കുക ഇളക്കുക. പിന്നെ കുറച്ചും കൂടെ റിച്ച് ആക്കാൻ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അളവൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. അപ്പം നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് സോസോ ക്രീമോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. ആക്രാന്തം പിടിച്ച് വായിലിട്ടതാണ് നിങ്ങൾ ഈ കണ്ടത്. പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് ട്രഫിൾ ഓയിലാണ്. ഇത് നല്ലൊരു അരോമയും ടേസ്റ്റും ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിങ്ങനെ അനാവശ്യ മോട്ടിവേഷനൊക്കെ തന്നിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ഓരോ പരീക്ഷണങ്ങളുമായിട്ട് വരുന്നത്. കുക്ക് ചെയ്യാൻ തീരെ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളുമായിട്ട് വരുന്നതായിരിക്കും.